നമുക്കൊരു ഉരുളക്കിഴങ്ങ് കറി വെക്കാം. ഈ അപ്പത്തിനും പിന്നെ നമ്മുടെ ചപ്പാത്തിക്കുമൊക്കെ കൂടെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് കേട്ടോ. അതിന് ഞാൻ എന്തെടുത്തൊരു ഒരുമാതിരി വലുപ്പമുള്ള ഉരുളക്കിഴങ്ങ്, ഒരു 2 മീഡിയം സൈസ് സബോളയും കട്ട് ചെയ്ത് വെച്ചു. അതിൻ്റെ കൂടെ ഒരു 5-6 പച്ചമുളക് നമ്മുടെ എരിവിനനുസരിച്ച്. എന്നിട്ട് ചീഞ്ചട്ടി വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു, കടുക് ഇട്ടു. അത് കഴിഞ്ഞ് ഈ ഉള്ളിയും പച്ചമുളകും കരിയാപ്പിലയും കൂടി ഇട്ട് വഴറ്റി ഒരുമാതിരി വഴന്ന് വരുമ്പോൾ കിഴങ്ങൂടെ കട്ട് ചെയ്തത് അതിൻ്റെ അകത്ത് ഇട്ട് കൊടുക്കണം. നല്ലവണ്ണം അതുകൂടെ ഒന്ന് വഴറ്റിയിട്ട് നമുക്ക് അതിൻ്റെ അകത്ത് ഇനിയും നമ്മൾ അത് വഴറ്റിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇച്ചിരി തേങ്ങ തിരുമ്മി, ഇച്ചിരി തേങ്ങയും പെരിഞ്ചീരവും കൂടി ഇട്ട് അത് നല്ലവണ്ണം ഒന്ന് അരച്ചെടുത്തു. ഈ ഉരുളക്കിഴങ്ങിൻ്റെ അകത്ത് നമുക്ക് ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ട് ഇച്ചിരി മല്ലിപ്പൊടിയും കൂടി ഇട്ടിട്ട് നല്ലവണ്ണം ഒന്നുകൂടെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. മൂപ്പിച്ചിട്ട് കുറച്ച് വെള്ളം ഒഴിക്കണം. വെള്ളം ഒഴിച്ചിട്ട് നമുക്കത് അടച്ച് വെക്കാം. അടച്ച് വെച്ച കിഴങ്ങൊന്ന് വേകണം. വെന്ത് വരുമ്പോൾ നമ്മൾ ഈ അരച്ച് വെച്ച മസാല അതിൻ്റെ അകത്ത് ഇടണം. ഇളക്കി നല്ലവണ്ണം തിളപ്പിച്ചെടുക്കണം. തിളപ്പിച്ച് വറ്റിച്ചെടുക്കണം. നല്ല സൂപ്പർ കറിയാണ് ഉരുളക്കിഴങ്ങ് കറി.